പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം ഘട്ട കേരള സന്ദർശനത്തോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം അടിമുടി മാറിയിരിക്കുന്നു. അണികളിലും വോട്ടർമാരിലും ഒരുപോലെ ആവേശം അലയടിക്കുന്ന കാഴ്ചയാണ് മണ്ഡലങ്ങളിലുടനീളം ദൃശ്യമാകുന്നത്. വികസന രാഷ്ട്രീയവും മോദി ഗ്യാരണ്ടിയും ചർച്ചയായതോടെ പരമ്പരാഗത മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ BJP ഇത്തവണ കിങ് മേക്കർ ആകുമെന്നാണ് വിലയിരുത്തൽ. രഞ്ജിത്ത് അമ്പാടി ഒപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്നലെ ആ റോഡ് ഷോയുടെ പരിസരത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ റോഡ് ഷോയിലെ ആവേശം, അതിൽ കണ്ട ആരവം, മോദി മോദി എന്ന ആർപ്പുവിളി, മോദിയുടെ സാന്നിധ്യമൊക്കെ നേരിട്ട് തിരിച്ചറിഞ്ഞ ആളാണല്ലോ രഞ്ജിത്ത് അമ്പാടി. എന്താണ് പതിയെ 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 കുറേ വേഗത്തിലായി ഇപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന BJPയുടെ തലസ്ഥാനത്തെ കേരളത്തിലെ വളർച്ചയും മോദിയുടെ സാന്നിധ്യവും നൽകുന്ന പ്രതീക്ഷ? കൃഷ്ണരാജ്, ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ BJPയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഒരു 10-15 വർഷം മുൻപുള്ള തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത്തവണ BJP കേരളത്തിൽ ഭരിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അത് ഉറപ്പാണ്. കാരണം അത്രത്തോളം ആവേശം ഓരോ മണ്ഡലത്തിലും BJPക്കുണ്ട്. ഒരു 15 വർഷം മുൻപ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്തൊരു പാർട്ടി 15 വർഷങ്ങൾക്ക് ഇപ്പുറം കേരളത്തിലെ 2 മുന്നണികളെ ആലോചിച്ച് നോക്കണം. മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ UDFിനൊപ്പമുണ്ട്. തീവ്ര ശക്തികൾ SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ വെൽഫെയർ പാർട്ടി, അങ്ങനെയുള്ള തീവ്ര ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് LDFും UDFും കേരളത്തിൽ നിൽക്കുമ്പോഴാണ് ദേശീയതയുടെ പേരിൽ, അതുപോലെ തന്നെ വികസനത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മത്സരിക്കുന്നത് ഭരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പ്രധാനമന്ത്രിയുടെ ഈ രണ്ടാം വരവ് കേരളത്തിലെ ജനങ്ങളിലുണ്ടാക്കിയ ആവേശം ചെറുതല്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം ഒരു 5-6 മണ്ഡലങ്ങൾ BJP ഏറെക്കുറെ വിജയപ്രതീക്ഷ ഇപ്പോൾ 100% പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം, അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ V മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം, മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസ് മത്സരിക്കുന്ന കാട്ടാക്കട, അതുപോലെ മുൻ DGP R ശ്രീലേഖ മത്സരിക്കുന്ന വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സൗത്ത് പ്രസിഡന്റ് കരമന ജയൻ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ, ഇങ്ങനെ വലിയ സ്റ്റാർ കാൻഡിഡേറ്റുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. അവിടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോ, കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള 1200 മീറ്റർ, ആ 1200 മീറ്ററിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉണ്ടായ ആരവം സത്യം പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷം തന്നെയായിരുന്നു. അവിടെ മോദിയെ ഒരു നോക്ക് കാണാൻ പ്രായഭേദമെന്നെ ഉച്ച മുതൽ ഈ നട്ടുച്ച കത്തിയെരിയുന്ന വെയിലിനെയും അവഗണിച്ചുകൊണ്ട് ആളുകൾ കാത്തുനിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ മോദിയെ ഒരു നോക്ക് കാണണം, ഈ മനുഷ്യൻ്റെ അത്ഭുതമാണ്, അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും പിന്നിൽ നിന്ന ഒരു രാജ്യത്തെ ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിലേക്ക് കൊണ്ടുപോകാൻ ഈ മനുഷ്യന് കഴിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി, ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായിക ശക്തിയാക്കി, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി മാറ്റാൻ ഈ മനുഷ്യന് കഴിയുന്നുണ്ട് എന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. അത് വലിയ അറിവുള്ളവരോ വലിയ പഠിപ്പുള്ളവരോ അല്ല, മറിച്ച് കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ വേണം ഇനിയും, എങ്കിലേ ഭാരതമാകൂ. ഈ മനുഷ്യൻ്റെ സാന്നിധ്യം കേരളത്തിൽ വേണം, എങ്കിൽ മാത്രമേ തകർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ വികസനത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ കേരളം പോലെ ഒരു സംസ്ഥാനം വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകൂ എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം മാത്രം മതി പല മണ്ഡലങ്ങളിലെയും വിധി മാറ്റി എഴുതാൻ. അത് കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ മനസ്സിലായി. തിരുവനന്തപുരം നഗരത്തിലും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെയും പല മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി വരികയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കൃഷ്ണരാജ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, പല മാധ്യമങ്ങളും, ജനമല്ലാത്ത പല മാധ്യമങ്ങളും, പല രാഷ്ട്രീയ ചായ്വുകളുള്ള മാധ്യമങ്ങളും, ഇടത് ചായ്വുള്ള മാധ്യമങ്ങളുണ്ട്, വലത് ചായ്വുള്ള മാധ്യമങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രീ പോൾ സർവേകൾ നടത്തിയിരുന്നു. ആ പ്രീ പോൾ സർവേകളിൽ ഏറ്റവും സുപ്രധാനമായി ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഏകദേശം ഒരു 20ഓളം മണ്ഡലങ്ങളിൽ അവർ ശക്തമായ ത്രികോണ മത്സരമാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും BJP അധികാരത്തിൽ വരരുതെന്നും BJP വിജയിക്കരുതെന്നും ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളാണ് പറയുന്നത്
20 മണ്ഡലങ്ങളിൽ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ ആ 20 മണ്ഡലങ്ങൾ മറ്റൊന്നുമല്ല, BJP ജയിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പുള്ള മണ്ഡലങ്ങളിലാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുതന്നെ ഏറ്റവും വലിയ ഒരു ഫലസൂചനയായി നമുക്ക് എടുക്കേണ്ടി വരും. അതുകൂടാതെ കഴിഞ്ഞ ദിവസം 2 മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേ ഞാൻ ശ്രദ്ധിച്ചു. ആ പ്രീപോൾ സർവേയിൽ പറയുന്നത് നിയമം രാജീവ് ചന്ദ്രശേഖർ തൂക്കിയിരിക്കുന്നു. നേമത്ത് വലിയ മാർജിനിലുള്ള വിജയം രാജീവ് ചന്ദ്രശേഖർ നേടും എന്നുള്ളത് ഈ മാധ്യമങ്ങൾ തന്നെ ഉറക്കെ സമ്മതിക്കുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ഫ്ലോറിൽ നിന്ന് നിലവിളി വരികയാണ്, അയ്യോ അത് ആപത്താണ്, അപകടമാണ്. എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകന് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അത് വിജയിക്കുമെന്ന് പ്രീപോൾ സർവേയിൽ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ബഹുഭൂരിപക്ഷവും എതിർക്കുമ്പോഴും ഇടത് വലത് മുന്നണികൾ അവരുടെ ഈ പറയുന്ന തീവ്ര ശക്തികളെ മതസംഘടനകളെയൊക്കെ ഒപ്പം നിർത്തി എതിർക്കുമ്പോഴും BJP കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള വളർച്ച നേടുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.64% BJPയുടെ വോട്ട് ഷെയറെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് 25 കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മേഖലകളിലും നമുക്കറിയാം, മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ, BJP നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നിന് മികച്ചതാണ്. ഓരോ മണ്ഡലങ്ങളിലെയും പൾസ് അറിഞ്ഞുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് BJP നടത്തിയത്. ആ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തന്നെ BJP ഏറെക്കുറെ മേൽക്കോയ്മ എഴുതിയിരിക്കുന്നു. നമുക്കറിയാം നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ രാജശേഖരൻ നായർ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2021 മത്സരിച്ചതിനേക്കാൾ വലിയൊരു മാറ്റമാണ് ഇത്തവണ അവിടെ കാണുന്നത്, വലിയ ജനകീയ പങ്കാളിത്തം. അതുപോലെ അരുവിക്കരയിൽ വിവേക് ഗോപൻ മത്സരിക്കുന്നു. ഞാനവിടെ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോയിൽ പോയതാണ്. 100 കണക്കിന് വാഹനങ്ങൾ, ഏകദേശം 1000-ഓളം പ്രവർത്തകർ, അതിൽ ഏറെക്കുറെ സ്ത്രീകളാണ്, അമ്മമാരാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് BJPയോട് അകന്നു നിന്നിരുന്ന സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടു കൂടി BJPയുടെ ഒപ്പം ചേരുന്നു. അതുപോലെ തന്നെ യുവാക്കൾ, നമുക്കറിയാം യുവാക്കളിൽ ഇന്ന് എത്ര ശതമാനമാണ് BJPയിലേക്ക് വരുന്നത്. ഏകദേശം പകുതിയോളം യുവാക്കൾ ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ മുഖ്യ കാരണം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം തന്നെയാണ്. രാജ്യത്തെ ഇത്രത്തോളം ലോകത്തിലെ മികച്ച രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇത്. ഇതുപോലെ പല മണ്ഡലങ്ങളിലും നമുക്ക് വ്യക്തമായ 2016 BJP നേമത്ത് വിജയിച്ചതാണ്. 2021 എന്താണ് സംഭവിച്ചത്? 21 ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ചുകൊണ്ട് BJP അവിടെ പരാജയപ്പെടുത്തുകയായിരുന്നു. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ജനങ്ങൾ ഈ ക്രോസ് വോട്ടിംഗ് നടക്കും. കഴിഞ്ഞ ദിവസം തന്നെ പല രാഷ്ട്രീയ നേതൃത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്, BJP വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്ത് CPIയുടെ നേതാക്കളടക്കം പറഞ്ഞതാണ്. അപ്പോൾ ക്രോസ് വോട്ടിംഗ് കൃത്യമായി തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2021 എങ്ങനെയാണ് നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത്, എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ ക്രോസ് വോട്ടിങ്ങിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെ മറികടക്കുന്ന രീതിയിലുള്ള വോട്ടിംഗ് BJP സ്ഥാനാർത്ഥികൾക്ക്, NDA സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി തന്നെ നൽകും. പിന്നെ നമുക്കറിയാം, സ്ഥാനാർത്ഥി നിർണയത്തിൽ തമ്മിലടി ഉണ്ടായത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കുള്ളിലാണ്. കോൺഗ്രസിനുള്ളിൽ വലിയ പോര്, അതുപോലെ തന്നെ LDFിനുള്ളിൽ വലിയ പോര്. ഈ 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. എന്നാൽ നോക്കൂ, NDA സ്ഥാനാർത്ഥികൾക്കെതിരെ, BJP സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു വിമതൻ പോലും ഇല്ല. അതുമാത്രവുമല്ല, ഈ ക്രോസ് വോട്ടിംഗ് അത് കൂടുതൽ കരുത്തോടെ തുടരട്ടെ എന്ന നിർദ്ദേശം പറഞ്ഞോ പറയാതെയോ LDF UDF ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ടല്ലോ. BJPയെ, NDAയെ, അവരുടെ മുന്നേറ്റത്തെ ഈ ഇരു മുന്നണികളും വല്ലാതെ ഭയക്കുന്നുവെന്ന്. ഈ മോദി വന്നു, അമിത്ഷാ വരുന്നു, നിർമ്മല സീതാരാമൻ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ മോദി 2ാം വട്ടവും വന്നു പോകുമ്പോൾ ആ ആശങ്ക എത്രത്തോളം വർദ്ധിച്ചു. ഈ ആൾക്കൂട്ടം, ആരവം, ആവേശമൊക്കെ കണ്ട് വല്ലാത്ത പേടിയിലോ ഇടതും വലതും? തീർച്ചയായും ഞാൻ കൃഷ്ണജി പറഞ്ഞ കൃത്യമാണ്. ഈ മോദിയുടെ 2ാം വരവോടുകൂടി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഏറെക്കുറെ മാറിയിരിക്കുന്നു. NDAക്ക് BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ എണ്ണം പറയുന്നില്ല, 1, 2, 5, 10 ആയിരിക്കില്ല താമര വിരിയുന്നത്.
BJPക്ക് നിരവധി MLA-മാർ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. വോട്ടിംഗ് പാറ്റേൺ അത്തരത്തിലാണ് സൂചിപ്പിക്കപ്പെടുന്നത്. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏകദേശം 11 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് വന്നു. ഏകദേശം 9 ഇടങ്ങളിൽ BJP 2-ാം സ്ഥാനം വന്നു. ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വലിയ പ്രവർത്തനമാണ് BJP നടത്തുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇടതുമുന്നണി, ഞാൻ പറയല്ലോ പരസ്യമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPI-യുടെ ബിനോയ് വിശ്വം അടക്കം പറഞ്ഞത്, അതുപോലെ TP രാമകൃഷ്ണൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? BJP വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അവസാന നിമിഷങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടത്തുന്നതിൽ തെറ്റില്ല. ഇത് കാലാകാലങ്ങളായി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലും നേമത്തും ഒക്കെ മഞ്ചേശ്വരത്തുമൊക്കെ ഈ CPM-ഉം കോൺഗ്രസ് തമ്മിൽ ചെയ്യുന്നതാണ്. കാരണം എന്താണ്, തിരുവനന്തപുരം പാർലമെൻറ്റിൽ O രാജഗോപാൽ മത്സരിക്കുന്ന കാലഘട്ടം മുതൽ BJP വിജയിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ തീരദേശ മേഖലകളിലെ വോട്ട് പരമാവധി ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനായി ശ്രമിക്കും. അവസാന ഘട്ടങ്ങളിൽ BJP ജയിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ജനങ്ങളിടയിൽ വലിയൊരു അഭ്യൂഹം പരത്തും. തുടർന്ന് വൈകുന്നേരങ്ങളിലൂടെ കൂട്ടത്തോടെ ക്രോസ് വോട്ട് ചെയ്യും. ഇങ്ങനെയാണ് കാലാകാലങ്ങളിലായി തിരുവനന്തപുരം പാർലമെൻറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നത്. ഇത്തവണ അതിന് മാറ്റമില്ല. ഒരിക്കൽ O രാജഗോപാൽ 7000 വോട്ടുകൾക്ക് മാത്രമാണ് തോറ്റത്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും അവസാന നിമിഷം വരെ ലീഡ് ചെയ്തതാണ്. എന്നാൽ ഒരു കോസ്റ്റൽ ഏരിയയിലെ ഒരു ബെൽറ്റ് ഉണ്ട്. ആ കോസ്റ്റൽ ഏരിയയിലെ ഒരു ബെൽറ്റിലെ വോട്ട് എണ്ണുമ്പോഴാണ് പരാജയപ്പെടുന്നത്. അതിന് പിന്നിൽ കൃത്യമായ മോദിയുടെ വരവും അമിത്ഷായുടെ സാന്നിധ്യവും ഒക്കെ എത്രമാത്രം ഇവരെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അവസാന ലാപ്പിൽ അങ്കലാപ്പാണ് ഇടതിനും വലതിനും.